നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. 24 മണിക്കൂറിനിടെ 358 പേരിൽ കൂടി രോഗം സ്ഥിരീകരിച്ചു. കോവിഡ് മഹാമാരി അരങ്ങൊഴിഞ്ഞു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അതിൻ്റെ വീണ്ടുമുള്ള വ്യാപനം. യഥാർത്ഥത്തിൽ കോവിഡ് എങ്ങും പോയിരുന്നില്ല, അത് ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത. അതിൻ്റെ ശക്തിയും സംഹാരഭാവവും ഒട്ടുകുറഞ്ഞുള്ള വകഭേദങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത് എന്നു മാത്രം. അടുത്ത കാലത്തായി നാട്ടിൽ കണ്ടുവരുന്ന പല പനികളും ഒരുപക്ഷെ കോവിഡ് തന്നെ ആയിരിക്കാം. സാധാരണ ജലദോഷപ്പനി പോലെ അവ വന്നു പോകാം. നിലവിൽ കാണുന്ന മിക്ക കേസുകളും ലഘുവായി വന്നു പോകുന്നതാണ്. ഹോങ്കോങ്ങിലും സിംഗപ്പൂരിലും ഒട്ടേറെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കാണുന്നുണ്ട്. അവിടങ്ങളിൽ കോവിഡ് വാക്സിൻ്റെ ബൂസ്റ്റർ ഡോസ് എടുക്കാൻ ശുപാർശ ചെയ്യുന്നുമുണ്ട്. നമ്മുടെ നാട്ടിൽ തമിഴ്നാടിനും മഹാരാഷ്ട്രയ്ക്കും പുറമെ കേരളത്തിലാണ് കോവിഡ് കേസുകളുടെ വർധന ഉണ്ടായി കാണുന്നത്. ചുരുക്കം മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രോഗികളുടെ എണ്ണം 7000 കടന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 24 മണിക്കൂറുകൾക്കുള്ളിൽ 324 പേർക്ക് കൂടി പുതുതായി രോഗം ബാധിച്ചു. രോഗികളുടെ എണ്ണം ചൊവ്വാഴ്ച 6815 ആയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 3 പേർ ചികിത്സയിലിരിക്കെ മരിച്ചു. ഈ വർഷം ജനുവരി മുതൽ രാജ്യത്ത് 68 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഏറ്റവും കൂടുതൽ സജീവ രോഗികൾ കേരളത്തിലാണ്, 1957. അതേസമയം 783 പേർ കൂടി കോവിഡ് രോഗമുക്തി നേടി. കോവിഡിൻ്റെ പുതിയ വകഭേദം രാജ്യത്ത് പടരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിലുടനീളം രോഗബാധയുള്ള 163 പേരിൽ പുതിയ ഒമിക്രോൺ വകഭേദമായ XFGയുടെ സാന്നിധ്യം കണ്ടെത്തിയതായി ഇന്ത്യൻ ജിനോമിക്സ് കൺസോർഷ്യം അറിയിച്ചു. ഒമിക്രോൺ ഉപവകഭേദങ്ങളായ JN1, LF7, XFG തുടങ്ങിയവ ഇന്ത്യയിൽ പരക്കുന്നതായി നേരത്തെ തന്നെ ICMR സ്ഥിരീകരിച്ചിരുന്നു. കേരളത്തിൽ പുതുതായി 96 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം ഇപ്പോൾ 2053 ആയിട്ടുണ്ട്. കേരളം 2053, ഗുജറാത്ത് 1109, പശ്ചിമ ബംഗാൾ 747, ഡൽഹി 691, മഹാരാഷ്ട്ര 631 എന്നിങ്ങനെയാണ് നിലവിലെ ഉയർന്ന കോവിഡ് നിരക്കുകൾ കാണുന്നത്. ഇപ്പോഴത്തെ രോഗവ്യാപനത്തിന് പിന്നിൽ XFG എന്ന പുതിയ വകഭേദവും ഉണ്ടെന്നാണ് ഇൻസാകോഗ് പുറത്തുവിട്ട പുതിയ ഡാറ്റ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് ഇതുവരെ 1957 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്ന വിവരം വരുന്നു. ഇതിൽ 80 പേരെയാണ് മറ്റു രോഗങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നത്. ഇതര രോഗങ്ങളുള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം. ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. രോഗികളല്ലാത്തവർ അടിയന്തര ഘട്ടത്തിൽ മാത്രമേ ആശുപത്രി സന്ദർശിക്കാൻ പാടുള്ളൂ. കൂടുതൽ കോവിഡ് പരിശോധന നടക്കുന്നതുകൊണ്ടാണ് കേസുകളുടെ എണ്ണത്തിൽ കേരളം മുന്നിൽ നിൽക്കുന്നതെന്നാണ് മന്ത്രി പറയുന്നത്. മഹാരാഷ്ട്ര, തമിഴ്നാട്, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് പുതിയ വകഭേദം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 89 രോഗികളോടെ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും അധികം XFG കേസുകൾ ഉള്ളത്. ഒമിക്രോൺ വകഭേദത്തിൻ്റെ പിൻഗാമിയാണ് XFG വകഭേദവുമെന്ന് വ്യക്തമാകുന്നു. കാനഡയിലാണ് ആദ്യം ഈ വകഭേദം കണ്ടെത്തിയത്. LF7, LP8, 1.2 എന്നീ വകഭേദങ്ങളിൽ നിന്നാണ് XFG ഉണ്ടായിരിക്കുന്നത്. വ്യാപനശേഷി കൂടുതലുള്ള ഈ വകഭേദത്തിന് ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധ സംവിധാനത്തെ എളുപ്പത്തിൽ മറികടക്കാനാകുമെന്നാണ് ലാൻസെറ്റ് പഠനത്തിൽ ഉള്ളത്. ഒമിക്രോണിൻ്റെ മറ്റ് വകഭേദങ്ങളെപ്പോലെ തന്നെ വന്നുപോകുന്ന ഈ വകഭേദം ഇതുവരെ തീവ്രമാകുന്നതിൻ്റെ ലക്ഷണങ്ങളൊന്നും തന്നെ പ്രകടമാക്കിയിട്ടില്ല. രാജ്യത്തെ നിലവിലെ രോഗവ്യാപനത്തിന് പിന്നിൽ ഒമിക്രോൺ ഉപവകഭേദങ്ങളായ LF7, XFG, JN1, NB1, H.1 എന്നിവയാണെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നുമാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അത്ര പേടിക്കേണ്ട ഒന്നല്ല എങ്കിലും ശ്രദ്ധാപൂർവം തന്നെ നിരീക്ഷിക്കേണ്ട വകഭേദം എന്ന ഗണത്തിലാണ് ലോകാരോഗ്യ സംഘടന JN1 വിഭാഗത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജലദോഷപ്പനിയുടെ ലക്ഷണങ്ങളാണ് കോവിഡിൽ മുഖ്യമായും കണ്ടുവരുന്നത്. പനി, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, തൊണ്ടവേദന, തലവേദന, പേശിവേദന, കടുത്ത ക്ഷീണം, വയറ്റിൽ അസ്വസ്ഥത, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം, ഓക്കാനം, വിശപ്പില്ലായ്മ ഇവയൊക്കെ ഏറിയും കുറഞ്ഞും കാണാറുണ്ട്. ഇതൊക്കെ തന്നെ സാധാരണ പനികളിലും കണ്ടുവരുന്നതുകൊണ്ട് ലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി മാത്രം രോഗനിർണയം സാധ്യമല്ല. മിക്ക കേസുകളും തീരെ ലഘുവും 4-5 ദിവസങ്ങൾക്കുള്ളിൽ തനിയെ തന്നെ ഭേദമാകുന്നതുമായാണ് കണ്ടുവരുന്നത്. കോവിഡ് അണുബാധ ഏൽക്കാതിരിക്കാനുള്ള ഏറ്റവും എളുപ്പവും ഫലപ്രദവുമായ മാർഗം അടിസ്ഥാന രോഗപ്രതിരോധ കാര്യങ്ങളിലേക്ക് വീണ്ടും മടങ്ങുക എന്നത് തന്നെയാണ്. തിരക്കേറിയ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക, കേസുകൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുക, ശുചിത്വം പാലിക്കുക, രോഗികളുമായി അടുത്ത ബന്ധം ഒഴിവാക്കുക, ആശുപത്രി സന്ദർശനങ്ങൾ കഴിവതും ഒഴിവാക്കുക എന്നതെല്ലാം ഏറെ പ്രധാനം.
ആരോഗ്യവകുപ്പിന്റെ ദൈനംദിന നിർദ്ദേശങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയും അതനുസരിക്കുകയും ചെയ്യുക. രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടാൻ മറക്കരുത്. ഓർക്കുക, ചികിത്സ സ്വയം വേണ്ട. കോവിഡ് മഹാമാരിക്കാലത്ത് പഠിച്ചെടുത്ത ആരോഗ്യപാഠങ്ങൾ വീണ്ടും ഓർത്തെടുത്ത് പകർച്ചവ്യാധികൾക്ക് പ്രതിരോധം തീർക്കാൻ നമ്മൾ കൂട്ടായി തന്നെ യത്നിക്കേണ്ട സമയമാണ് ഇത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.